ദിവ്യയുടെ വയറ്റി വളരുന്ന കുഞ്ഞ് നിന്റെ ആണോന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിക്കാൻ പോവാ. രമ്യേ, വെറുതെ BP കയറ്റാതെ അംബിക മാഡം. മാഡത്തിന്റെ മകനെ ആരോട് എന്ത് പറയണമെന്നോ എങ്ങനെ പെരുമാറണമെന്നോ ഒന്നും അറിയില്ല. ബാക്കിയുള്ള കയ്യിലിരിപ്പിന്റെ കാര്യമൊക്കെ പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. നിന്റെ കുഞ്ഞിനെ തന്നെയാണ് ദിവ്യ വയറ്റി ചുമക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ പാവം പെണ്ണിനെ സഹായിക്കാനേ രാജു ഋതികയും ചേർന്ന് നടത്തിയ ശ്രമം ഞാൻ തടഞ്ഞിട്ടും ഒരു താങ്ക്സ് എന്നോട് പറയാൻ നിനക്ക് ഇത്ര ഈഗോ ആണെങ്കിലേ എല്ലാവരുടെയും മുന്നിൽ നീ മുട്ടുകുത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ നീ കുറെ ഉണ്ടാക്കും. ഒന്ന് പോടി. കേട്ടല്ലോ മകന്റെ വായിന്ന് വരുന്ന എന്താണെന്ന്. ഇവന്റെ നാക്കും പ്രവൃത്തി ശരിയാവാതെ അംബികമ്മയുടെ എത്ര ശ്രമിച്ചാലും ഇവൻ നന്നാവാനും പോകുന്നില്ല, ഇവന് നല്ലതൊന്നും സംഭവിക്കാനും പോകുന്നില്ല. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നീ ചെവിയിൽ നുള്ളിക്കോ. നിന്റെ അഹങ്കാരത്തിന് രമ്യ ഒരു അവസാനം ഉണ്ടാക്കും. രമ്യേ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. നിനക്കിപ്പോ എന്താ വേണ്ടത്? ദീപക്ക് നിന്നോട് നന്ദി പറയണം, അത്രയല്ലേ ഉള്ളൂ. എനിക്കിവന്റെ നന്ദിയും വേണ്ട, നിങ്ങളുമായിട്ടുള്ള ഒരു ഇടപാടും വേണ്ട. എന്താണ് നീ നോക്കി പേടിപ്പിക്കുന്നേ? ഞാൻ നോക്കിയപ്പോ നീ പേടിച്ചു പോയോ? ദീപക്കേ, നിർത്തടാ നിഷേധി. എടാ, ഇനി രമ്യയെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്ക് നീ പറഞ്ഞ നിന്റെ കരണം അടിച്ച് ഞാൻ പൊളിക്കും. ഇങ്ങനൊരു വിവരമില്ലാത്തവനെ ആണല്ലോ ഈശ്വര നീ എന്റെ വയറ്റി തന്നത്. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, തോന്നിയാസി. രമ്യേ, ഇവനെ കൊണ്ട് ഞാൻ തന്നെ മടുത്തു മോളെ. ഇവനെ എനിക്ക് തന്നെ പിടിക്കുന്നില്ല. പിന്നെ രമ്യമോൾക്ക് ഇവനോട് ദേഷ്യം വരുന്നതിൽ എനിക്ക് ഒരു അത്ഭുതവും ഇല്ല. എന്റെ മകന്റെ മുന്നും പിന്നും നോക്കാതെയുള്ള വർത്തമാനത്തിന് ഞാൻ രമ്യയോട് ക്ഷമ ചോദിക്കുന്നു. രമ്യയെ ഞാനൊരു നല്ല സുഹൃത്തായ കണ്ടിരിക്കുന്നെ. എന്തിനും ഏതിനും അംബികയുടെ ഒപ്പമല്ല, അംബികയുടെ മുകളിൽ നിൽക്കുന്ന ചുണക്കുട്ടി. നമ്മൾ തമ്മിലൊരു പിണക്കം വേണ്ട, അത് ബുദ്ധിയല്ല. ശരി. വായി കിടക്കുന്ന നാക്കുകൊണ്ട് ആ പെണ്ണിന്റെ മുഖത്ത് നോക്കി ഒരു വാക്ക്, എടാ ഒരു വാക്ക് പറയാനാണോ നിനക്ക് ഇത്ര ബുദ്ധിമുട്ട്? എനിക്കിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യ, പ്രത്യേകിച്ച് അവളുടെ മുഖത്ത് നോക്കി. ദേ, കീരിയും പാമ്പും പോലെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടു. എടാ, ഒരു പരിധി വിട്ടേ അവളെ നീ വെറുപ്പിക്കാൻ നിർത്തണ്ട മോനെ. അത് നിനക്കുള്ള കുഴി തന്നെ ആവും. ഒരു മയത്തിൽ അവളെ കൂടെ നിർത്തുന്നതാ നമുക്കെപ്പോഴും ബലം. നിന്റെ ഈഗോ ഒക്കെ മാറ്റിവെച്ച് നീ അമ്മ പറയുന്ന ഒന്ന് ആലോചിക്കേ, അപ്പ നിനക്ക് മനസ്സിലാവും. വായിങ്ങോട്ട്. രാജു, എന്നാലും കൃത്യസമയത്ത് എങ്ങനെ കറണ്ട് പോയത്? അതാ എനിക്കും മനസ്സിലാവാത്ത. ആരോ പ്ലാൻ ചെയ്തതുപോലെ ദീപക് ദിവ്യയുടെ അടുത്തെത്താനും സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ കറണ്ട് പോയി. ആ ചെറിയ ഗ്യാപ്പിനിടയിൽ പോയ കറണ്ട് തിരിച്ചും വന്നു. ഇനി രമ്യയുടെ പണി എങ്ങനെ ആയിരിക്കും? അവളൊരു പെണ്ണല്ലേ, മറ്റൊരു പെണ്ണിന് ഉപകാരം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിന് അവള് തടസ്സം നിൽക്കാൻ ശ്രമിക്കോ? നല്ലൊരു ചാൻസ് ആയിരുന്നു മിസ്സായത്. ഇനി ദിവ്യക്ക് കുഞ്ഞുണ്ടായി DNA റിസൾട്ട് വരുന്നത് വരെ കാത്തിരിക്കണം. രാജു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ രതിക മാഡം? ചോദിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. DNA റിസൾട്ട് വന്ന് ദീപക് ദിവ്യയുടെ കുഞ്ഞിന്റെ അച്ഛനാണെന്ന് തെളിഞ്ഞ പിന്നെ ഏകദേശം വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരും. അതെ, വർമ്മ സാർ ഉറപ്പായിട്ടും ദീപകിനെ വീട്ടിൽ നിന്നും പുറത്താക്കും. പിന്നെ അംബിക മാഡത്തിന്റെ വിളിച്ചിലൊന്നും ആ വീട്ടിലെ ചെലവാവാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞ സത്യങ്ങളെല്ലാം അച്ഛനോട് തുറന്നു പറഞ്ഞ് രാജു എന്നെ ഉപേക്ഷിക്കോ?
എന്താ രാജു ഒന്നും മിണ്ടത്തെ? അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ മാഡം. ഇപ്പോ എല്ലാം മാഡം വിചാരിക്കുന്ന പോലെയല്ലേ നടക്കുന്നത്. വർമ്മ സാറിനോട് സത്യങ്ങൾ തുറന്നു പറയാൻ ഞാൻ ശ്രമിച്ചപ്പോഴൊക്കെ എന്താണ് നടന്നതെന്ന് മാഡത്തിന് അറിയാവുന്നതല്ലേ. ഞാനിനി വർമ്മ സാറിനെ സത്യം എന്താണെന്ന് അറിയിക്കാൻ ശ്രമിച്ചില്ലെങ്കിലും ആ സത്യം എന്നാണെങ്കിലും പുറത്തു വരിക തന്നെ ചെയ്യും. ഋതിക മാഡം അത് ഫേസ് ചെയ്യാൻ തയ്യാറായി ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. മനസ്സിലുള്ള ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മാറ്റിവെച്ച് പ്രാവർത്തികമായി ചിന്തിക്കുന്നതായിരിക്കും മാഡത്തിന്റെ ഭാവിക്ക് നല്ലത്. എല്ലാവരുടെ ഭാവി നോക്കി പറയാൻ രാജു എന്താ കൈനോട്ടക്കാരനാണോ? ഞാൻ വേറെ ആരുടെയും കാര്യം പറഞ്ഞില്ലല്ലോ. ഋതിക മാഡത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്. എന്റെ ഭാവി ഭൂതമൊക്കെ ഞാൻ നോക്കിക്കോളാം. രാജു എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട. ആ അതിന് ഞാനല്ലല്ലോ, ഋതിക മാഡമല്ലേ എന്നോട് സംസാരിച്ചു തുടങ്ങിയത്. ഞാൻ അതിനുള്ള മറുപടി തന്നല്ലേ ഉള്ളൂ. രാജു പറയുന്നതും ചില സമയത്ത് രാജുവിന്റെ മറുപടികളും എനിക്ക് തീരെ പിടിക്കുന്നില്ല. എന്തിനാ മാഡം വെറുതെ വഴക്കൂടുന്നത്? ഞാൻ ആരോടും ഒന്നും പറയുന്നില്ലേ. രാജുവിനോട് സംസാരിക്കാൻ വന്നത് എന്റെ തെറ്റ്. ഋതിക മാഡം മാഡം ഇങ്ങനെ ദേഷ്യപ്പെട്ട് വീടിനകത്ത് കയറിപ്പോയാ അച്ഛനും അമ്മയും എന്ത് വിചാരിക്കും? വേറെന്ത് വിചാരിക്കാൻ? നമ്മൾ തമ്മിൽ വഴക്കിട്ടൊന്ന് വിചാരിക്കും. എന്റെ പൊന്ന് ഋതിക മാഡം പ്ലീസ് മതി. എല്ലാ പ്രശ്നം നമുക്ക് പറഞ്ഞു തീർക്കാം. ഇതങ്ങനെ പറഞ്ഞു തീരുന്ന പ്രശ്നമല്ല രാജു. നീ മനസ്സ് വച്ചാലേ ഈ പ്രശ്നം തീരൂ. ഋതിക മാഡത്തിനെ കാണുന്നില്ലല്ലോ. കടയിൽ പോയിട്ട് 2 മിനിറ്റ് ആകും മടങ്ങി വരാന്ന് പറഞ്ഞ ആളാ. ഇത് എവിടെ പോയി കിടക്കുക? മാഡം കൈനോക്കി ഭാവി പറയും മാഡം. വേണ്ട. മാഡം ഭാവി മാത്രമല്ല ഭാവിയും ഭൂതവും എല്ലാം പറയും. സോറി, വേണ്ട. സത്യം സത്യമായിട്ട് തന്നെ പറയും മാഡം. മനസ്സിനെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നം മാഡത്തിനുണ്ടല്ലോ. ഭർത്താവുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. കുറച്ചു സമയം മുമ്പ് വരെ ഒരു യുവതിയുടെ നന്മയ്ക്ക് വേണ്ടി ഒരു ശ്രമം മാഡം നടത്തി. പക്ഷെ അത് മുടങ്ങിപ്പോയി. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ മാഡം? അതെ. ആ അതാ ഞാൻ പറഞ്ഞത്. സത്യം മാത്രമേ ഞാൻ പറയൂ. കൊട്ടാരത്തിന്ന് കുടിലിലേക്കെന്ന് പറയുന്നത് പോലെ പിന്നെ മനസ്സിന്റെ വലിപ്പം കൊണ്ട് അവിടെ കഴിഞ്ഞങ്ങ് പോകുന്നു. ഇനിയും പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞത് കള്ളമാണെന്ന് തോന്നുന്നെങ്കിൽ മാഡത്തിന് ഇപ്പൊ തന്നെ പോവാം. അല്ലെങ്കിൽ ഒരു ചെറിയ ദക്ഷിണ തന്ന ബാക്കി കാര്യം കൂടെ ഞാൻ പറയാം. ശരി, പറഞ്ഞോളൂ. ആദ്യം ദക്ഷിണ എത്രയെന്ന് പറഞ്ഞു. ഒടുവിൽ വലിയ തുക ചോദിച്ചാ ഞാൻ തരില്ല. അയ്യോ, എത്ര ആയാലും സാരമില്ല. അതിപ്പോ 50 ആയാലും 100 ആയാലും കുഴപ്പമില്ല. 10 രൂപയായിരുന്നാലും സാരമില്ല. ദൈവകാര്യം പറയുന്നതിന് തുക നിശ്ചയിക്കാൻ പാടില്ലല്ലോ മാഡം. ഇയാള് നല്ല കൈനോട്ടക്കാരനാണെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് നോക്കിക്കളയാം. രാജു ലേറ്റായ കാരണം ചോദിച്ചാ വഴിയിലൊരു കൈനോട്ടക്കാരനെ കണ്ട് കൈ നോക്കിച്ചു എന്ന് പറയാം. അമ്മേ മഹാമായേ, മാഡം ഇനി ആ കൈ ഒന്ന് നീട്ടിയേ. ഭാഗ്യമുള്ള കൈയാണല്ലോ മാഡം. ഇപ്പൊ ഒത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം മാറും. മാഡം ഭാഗ്യമുള്ളവളാ. ഭർത്താവിനെ നല്ല കാലം വരാൻ പോവാണ്.
ഭർത്താവേ വലിയൊരാളാവും. പിടിച്ചാ കിട്ടില്ല കേട്ടോ. ചുറ്റുമുള്ളവരൊക്കെ നിങ്ങളുടെ ജീവിതം കണ്ട് അസൂയപ്പെടും. എന്ത് ഭാഗ്യമുള്ള കയ്യാ മാഡത്തിന്റെ. ലക്ഷത്തിൽ ഒരാൾക്ക് ഇതുപോലത്തെ രേഖയുണ്ടാവും. മാഡം കണ്ടില്ലേ സൂര്യ തേജസ്സോടെ വെട്ടിത്തിളങ്ങുന്ന രേഖ? ആ ഒരൊറ്റ രേഖ മതി എല്ലാ സൗഭാഗ്യങ്ങളും വരാൻ. ദേ അതിന് തൊട്ടടുത്ത് മറ്റൊരു രേഖ കണ്ടില്ലേ? നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നതേ ഒരു ആൺകുഞ്ഞായിരിക്കും. സൂര്യ തേജസ്സുള്ള ഒരു ആൺകുഞ്ഞ്. കണ്ടില്ലേ രേഖ? മാഡം അതിനടുത്ത് മറ്റൊരു രേഖ കണ്ടില്ലേ? ദേ ഇതിനടുത്ത് വേറൊരു രേഖ കണ്ടില്ലേ? കള്ളൻ! അയ്യോ ആരെങ്കിലും ഓടി വരണേ! കള്ളൻ! നിക്കവിടെ! എന്റെ മാല! നിക്ക്! കള്ളൻ! അയ്യോ എന്റെ താലി! നിക്ക്! ആരെങ്കിലും ഓടി വരണേ! കള്ളൻ! നിക്കവിടെ! എന്റെ താലിമല പൊട്ടിച്ചിട്ട് പോയി. മാഡം ഇവിടെ നിൽക്ക, ഞാൻ പോ. നിക്കടാ, നിക്കാൻ, നിക്കടാ. മേഡം, അയാൾ എങ്ങനെ മാല പൊട്ടിച്ച്? സോറി, എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു രാജു. അയാളൊരു കൈനോട്ടക്കാരനാണെന്ന് പറഞ്ഞു. ഞാൻ അയാളെ അടുത്ത് പോയി കൈ നോക്കിച്ചു. അപ്പോഴേ അയാൾ മാല പൊട്ടിച്ചോണ്ട് ഓടിയത്. നല്ല പണിയാ മാഡം കാണിച്ചത്. ഇപ്പൊ ആരാ മാഡത്തിനോട് പറഞ്ഞേ പോയി കൈ നോക്കാൻ? അത് ഞാൻ അതുവഴി നടന്നു വന്നപ്പോ ഞാൻ ചോദിക്കാതെ തന്നെ എന്നെ പറ്റി ചില കാര്യങ്ങൾ അയാൾ പറഞ്ഞു. അതൊക്കെ സത്യങ്ങളായിരുന്നു. അതുകൊണ്ട് ബാക്കി കൂടി കേൾക്കാന്ന് കരുതി. ആദ്യം അയാൾ എന്നോട് മാന്യമായിട്ടാ സംസാരിച്ചത്. അപ്പൊ ഞാൻ കരുതി മാന്യനായിരിക്കുമെന്ന്. കഷ്ടം തന്നെ. വീട്ടിലൊരാളുണ്ടല്ലോ, ദീപക്. അവൻ ആളുകളോടൊക്കെ പഞ്ചപാവം പോലെയല്ലേ സംസാരിക്കുന്ന. അവനെ പോലൊരു ദുഷ്ടൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇത്രയൊക്കെ അറിയായിരുന്നിട്ടും പഠിക്കില്ലെന്ന് വെച്ചാ കഷ്ടം തന്നെ. സോറി രാജു. സോറി അല്ല, ഇതിനൊക്കെ ഒരു കീറ വെച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അയാൾക്ക് ദക്ഷിണായിട്ട് 500 കൊടുത്തോ അത് 1000 കൊടുത്തോ? 100 കൊടുത്തുള്ളൂ. അതെന്താ? 100 ഒരു തുകയല്ലേ? മാഡത്തിന് ചിലപ്പോ അത് വലിയ തുക അല്ലായിരിക്കും. പക്ഷേ ഞങ്ങൾക്കൊക്കെ അത് വലിയ തുക തന്നെയാ. രാജു നിർത്ത്. കുറ്റപ്പെടുത്തിയത് മതി. ഞാൻ സോറി പറഞ്ഞല്ലോ. ഇനി രാജു ആ മാല എന്റെ കഴുത്തിലോട്ടിട്ടെ. പിന്നെ ഈ മാലയ്ക്ക് എടുത്താ പൊങ്ങാത്ത വെയിറ്റ് അല്ലേ? തന്നെത്താനെ അങ്ങ് ഇട്ടാ മതി. മാഡത്തിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. രാജു കഷ്ടമുണ്ട് കേട്ടോ. ഇത്രയും നാളും നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടും എന്റെ മനസ്സ് മനസ്സിലാക്കാൻ രാജുവിന് കഴിഞ്ഞില്ലല്ലോ. രാജു, എന്റെ മനസ്സ് നിറയെ നീ മാത്രമേ ഉള്ളൂ. നീ എന്താ എന്റെ സ്നേഹം മനസ്സിലാക്കാത്തത്? മാഡം, എനിക്ക് മാഡത്തിന് ഇഷ്ടമാ, ഒരുപാട് ഇഷ്ടമാ. പക്ഷേ മാഡത്തിന് ഒരു ഭാര്യയായിട്ട് കാണാം.
ഞാൻ പറയുന്നത് ശേഖരനും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട് സുമാന സാറേ, ഫോൺ ലൗഡ് സ്പീക്കറില്ല. ശേഖരന് രാഷ്ട്രീയത്തിൽ താല്പര്യം കുറവാണെന്ന് എനിക്കറിയാം. പക്ഷെ ചില ഉത്തരവാദിത്വങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ വേണ്ടെന്ന് വയ്ക്കുന്നത് ശരിയല്ല. കേട്ടല്ലോ? കേട്ടു കേട്ടോ. ഇവൻ എല്ലാം കേട്ട് തലയാട്ടും, എന്നിട്ട് സമയമാകുമ്പോ കോയമ്പത്തൂരിലേക്കാണെന്ന് പറഞ്ഞ് മുങ്ങും. ഇപ്പൊ വരാന്ന് പറഞ്ഞവനെ ഇത്ര നേരമായിട്ടും കാണുന്നില്ലല്ലോ. അമ്മാ അമ്മാ, എന്താണ് ഇത്? ഞാൻ ഒരാളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ കണ്ണു മൂക്കില്ലാതെ ഓടി വന്നു? സുമന സാറേ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. അമ്മാവ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അമ്മനോട് പറയാൻ വേണ്ടി വന്നതാ. നിനക്ക് കുറച്ച് കൂടുതൽ ദീപക്കെ. ഇവ മഹാനിഷേധിയായി മാറിക്കൊണ്ടിരിക്കുക. നിങ്ങളെല്ലാരും ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താടാ മോനെ, എന്തു പറ്റി? അമ്മ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് ഞാൻ അമ്മാവനോട് പറഞ്ഞോളാം. അമ്മാവ, ഞാൻ ഈ പറയാൻ പോകുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിച്ച ഈ ദീപകിന്റെ ഭാഗത്തെ ന്യായവും സത്യസന്ധതയും അമ്മാവന് മനസ്സിലാവും. പിന്നെ ഒരിക്കലും എന്നെ ഈ വീട്ടിലാരും പുച്ഛിക്കുകയില്ല, കുറ്റപ്പെടുത്തുകയില്ല. എന്തൊക്കെയാ ശേഖരേ നീ പറയുന്നേ? ഇത് നട്ടപ്രാന്തായിട്ടാ. വെയിലത്തുനിന്ന് ചൂടടിച്ചിട്ടേ തലക്കകത്തുള്ള ചൂട് താഴേക്ക് ഇറങ്ങി കാണും. നട്ടപ്രാന്ത എനിക്കല്ല. ദേ, എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. എടാ ശേഖര, ദീപകിന് പറയാനുള്ള എന്താണെന്ന് നീ ഒന്ന് കേക്ക്. എന്നിട്ട് അവന് നട്ടപ്രാന്താണോ പാതിര പ്രാന്താണോ എന്ന് തീരുമാനിക്കാം. നീ പറയടാ. അമ്മാവ, രാജു ഋതികയുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് ഈ വീട്ടിൽ വെച്ച് ഋതിക പറഞ്ഞ് അമ്മാവൻ നിശ്ചയിച്ചുറപ്പിച്ച എന്റെ ഋതികയുടെ വിവാഹം മുടങ്ങിയ ദിവസം അമ്മാവൻ ഓർമ്മയില്ലേ? അന്ന് ഋതിക നമ്മളോട് എല്ലാവരോടും പറഞ്ഞത് നുണയായിരുന്നു അമ്മാവ. നുണയോ? എന്തൂണ്? ദീപക്, നീ വെറുതെ പുതിയ ഓരോ കഥയായിട്ടൊന്ന് ചേട്ടനെ വെറുതെ കൺഫ്യൂഷൻ എടുപ്പിക്കരുതേ. ചെറിയ അമ്മാവനൊന്ന് കുറച്ചേരം മിണ്ടാ നിൽക്കുന്നതിന് വല്ലതും വേണോ? ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ശരി, നീ പറയ്. അമ്മാവ, രാജു ഋതികയുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറഞ്ഞ് അവര് രണ്ടാളും നമ്മളെ വെറും വിഡ്ഢികളാക്കുമായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല. രാജു ഋതികയെ താലി കെട്ടിയിട്ടില്ല. എന്റെ ഈശ്വര, സത്യമാണോ മോനെ നീ പറയുന്നേ? അതെ അമ്മേ. ആ കുട്ടികളോട് ദീപകിന് വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒരുമിച്ച് ജീവിക്കുന്ന രാജുവിന് ഋതികയെ കുറിച്ച് വെറുതെ ഇങ്ങനെ അപവാദം പറഞ്ഞുണ്ടാക്കുന്ന എന്തിനാ ദീപക്കെ? ഞാനുള്ളത് പറയുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും പൊള്ളുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാനിതൊക്കെ പ്രതീക്ഷിച്ചു. ദീപക്കിനിങ്ങനെ ആരെക്കുറിച്ച് അപവാദം പറയേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായ തെളിവുകൾ സത്യസന്ധമായ രീതിയിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ നെഞ്ചു വിരിച്ചു നിന്ന് രാജുവിന് ഋതികയ്ക്കെതിരെ സംസാരിക്കുന്നത്. എങ്കിൽ നീ തെളിവുകളെടുത്ത് നിരത്തി ദീപക്കെ, ഞങ്ങളും കാണട്ടെ. കാണിക്കാം. അമ്മാവ, രാജുവിന് ആക്സിഡന്റ് സംഭവിച്ച് ഓപ്പറേഷൻ ചെയ്ത് മുകളിലേക്കോ താഴേക്കോ എന്ന് ഉറപ്പില്ലാതെ അവൻ ആശുപത്രി കിടന്നപ്പോ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഋതിക ക്ഷേത്രത്തിൽ പോയി. ക്ഷേത്രത്തിൽ പോയ ഋതിക രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം. ഭാര്യ സുഖമില്ലാതെ കിടക്കുന്ന ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ നീ കൊണ്ടുവന്ന തെളിവ്? നന്നായിട്ടുണ്ട്. അതെ, അത് തന്നെയാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒന്നാമത്തെ തെളിവ്. ക്ഷേത്രത്തിൽ വെച്ച് ഋതിക രാജുവിന് വേണ്ടി എന്താണ് പ്രാർത്ഥിച്ചെന്നറിയോ? എന്താടാ മോനെ അവള് പ്രാർത്ഥിച്ചത്? രാജു അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് അവള് പറഞ്ഞത് നുണയായത് കൊണ്ടാണ് രാജുവിന് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് അവള് ക്ഷേത്രത്തിൽ വെച്ച് ഏറ്റുപറയുന്ന ഒരു വീഡിയോ എന്റെ കയ്യിലുണ്ട്. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ ഇത്രയും നാളും രാജുവും ഋതികയും കൂടി നമ്മളെയൊക്കെ പൊട്ടന്മാരും പൊട്ടികളും ആക്കി. വിവാഹം കഴിഞ്ഞെന്ന് നുണ പറഞ്ഞ് ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. അയ്യോ, ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാ നമ്മളൊക്കെ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഛേ, എന്ത് തെമ്പാടി തരാ അവരെ കാണിക്കുന്നേ. പ്രതാപ, നീ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? ഇതിന് നിനക്കൊന്നും പറയാനില്ലേ? എന്താ യാമിനി, നിന്റെ നാവിറങ്ങിപ്പോയോ? ശേഖര, ദീപകിനെ പരിഹസിക്കുന്നില്ലേ? വീഡിയോ കാണിക്കാം. എന്താമോ?
എടാ വീഡിയോ കാണിക്കാൻ. ആ ശരി അമ്മാവ. ദേ അമ്മാവ. എന്റെ രാജുവിനൊന്നും വരത്തില്ലേ? ഇപ്പൊ പറയാം അമ്മാവ. അടുത്ത് പറയാൻ പോകുന്നതേ താലിയുടെ കാര്യ. എന്റെ ദൈവമേ, എന്റെ കഴുത്തില് താലി ചേർത്തി എന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കണേ. ഇതെങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത്?